കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജ്മലുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണ്. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ വൻ ജനരോഷം. അനൂർക്കാവിൽ ബന്ധുക്കളും ജനങ്ങളും തടിച്ചുകൂടി. പ്രതിയെ പുറത്തിറക്കാനായില്ല. രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയും തെളിവെടുപ്പിന് എത്തിച്ചു. അവനെ എന്തെടുക്കാനാ ഇനി? ഇതിലെ കൂടുതൽ തെളിവിന് എന്തോ കിട്ടണ്ടേ? ഇനി എന്തെടുക്കാനാ അവനെ കൊണ്ടുവന്ന്? അവനെ ശിക്ഷിക്ക്. അവനെ ജയിലിലല്ല വിടേണ്ടത്. ഇവിടെ റോഡിൽ കടത്തണം. അവരെ രണ്ടുപേരെ റോഡിൽ കടത്തണം, കയറ്റി ഇറക്കണം. ഇവിടെ കയറ്റി ഇറക്കണം. എന്റെ ഉമ്മിച്ച തിന്ന വേദന ഞങ്ങൾ കണ്ട് നിൽക്കണം. എന്റെ ഉമ്മിച്ച തിന്ന വേദന അവൻ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് കാണണം. ഇനി അവര് രണ്ടുപേരും ഡോക്ടറല്ല, അവള് ഡോക്ടറല്ല. അവളെ എവിടുത്തെ ഡോക്ടർ? അവളെ ഇവിടെ കടത്ത്. അവനെ ഇവിടെ കടത്തിട്ടോ. എന്റെ ഉമ്മിച്ച തിന്ന വേദന തീന്നണമെങ്കിൽ അവനെ രണ്ടുപേരെ ഇവിടെ കടത്തണം. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ രണ്ട് പ്രതികളെയും പുറത്തിറക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? വലിയ പ്രതിഷേധം തന്നെയാണോ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അടക്കം ഭാഗത്തിനും ഉണ്ടായത്? നിലവിലെ സാഹചര്യം എന്താണ്? കെ.പി. സുരേഷ്, ശക്തമായ ഒരു പ്രതിഷേധമാണ് ആനൂർക്കാവിലുണ്ടായത്. അജ്മലുമായി 2 തവണ പോലീസ് തെളിവെടുപ്പിന് വന്നു. ആ 2 തവണ തെളിവെടുപ്പിന് വരുമ്പോഴും ഈ പ്രദേശത്ത് പ്രദേശവാസികൾ തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ടായി. പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യമുണ്ടായി. ഒരു തവണ പോലീസ് വാഹനത്തിന് നേരെ തന്നെ അടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ശക്തമായ ഒരു പ്രതിഷേധമാണ്. അതിനുശേഷമാണ് ശേഷമാണ് ഡോക്ടർ ശ്രീകുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നത്, തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. ശ്രീകുട്ടിയെ കൊണ്ടുവരുമ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. നിലവിലും അത്തരത്തിലൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഈ ടൗണിൽ നിൽക്കുന്ന ആനൂർക്കാവ് ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനിയും ഈ 2 തവണ കൊണ്ടുവരുമ്പോഴും പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ഈ മരണപ്പെട്ടു പോയ കുഞ്ഞുമോളുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ എത്തുകയും പ്രതിഷേധം തീർക്കുകയും ചെയ്തു. ഇവരെ ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഈ 2 പേർക്കും പുറത്തേക്ക് പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. പിന്നീട് പോലീസ് തന്നെ ഒരു സുരക്ഷാ വലയം വാഹനത്തിന് നേരെ തീർക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പോലീസ് തീർത്ത ആ സുരക്ഷാ വലയത്തിലൂടെയാണ് വാഹനം കടന്നുപോയത്. അതിനുശേഷം ഏറെ നേരം ഈ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം, ഒരു വൈകാരിക നിമിഷം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അത്തരത്തിലൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആനൂർക്കാവിൽ അപകടം നടന്ന സ്ഥലത്താണ്. അതായത് ഈ അജ്മലും അതുപോലെ തന്നെ ശ്രീകുട്ടിയും വാഹനത്തിലൂടെ വരികയും അപകടം നടത്തിയും ഈ കുഞ്ഞുമ്പോളുടെ ശരീരത്തിന് മുകളിലൂടെ കയറിയിറങ്ങിയ ആ സ്ഥലത്ത് വെച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ആദ്യം ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി എത്തിയത് പറയരുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഇരുവരും മദ്യപിച്ചു എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഏറെ നേരം മദ്യപിച്ചതിന് ശേഷമാണ് ഈ സ്ഥലത്തേക്ക് ഈ കരുനാഗപ്പള്ളി വഴി കേന്ദ്രീകരിച്ച് വരുന്ന സാഹചര്യം ഉണ്ടായത്. ആ വഴിയിലാണ് ഈ ആനൂർക്കാവ് ഉള്ളത്. അവിടേക്ക് ആദ്യം പറയരുകാവിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. അജ്മലുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം ആനൂർക്കാവിൽ വന്നു. ആനൂർക്കാവിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് വാഹനം നേരെ ഈ വാഹനത്തിന്റെ ഉടമയായ ശോഭയുടെ വസതിയിലേക്ക് തെളിവെടുപ്പിൽ പോയത്. അവിടെ നിന്നും പിന്നീട് ഈ അപകടത്തിന് ശേഷം രക്ഷപ്പെട്ട അജ്മൽ ഓടിക്കയറിയ ആ വീട്ടിലേക്ക് തെളിവെടുപ്പിൽ പോയി. അതിനുശേഷമാണ് ഇരുവരും താമസിച്ച ഒരു ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് പോലീസ് തെളിവെടുപ്പിലേക്കായി പോയത്. ഈ സ്ഥലങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം വീണ്ടും 2ാമത് തവണയാണ് ഈ ആനൂർക്കാവിലേക്ക് വീണ്ടും തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് എത്തുന്നത്, അജ്മലുമായി എത്തുന്നത്. അപ്പോഴും പ്രതിഷേധം ശക്തമായി ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനങ്ങളെല്ലാം തടിച്ചുകൂടി. പ്രദേശവാസികളും ജനങ്ങളും എല്ലാം വളരെ വൈകാരികമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് പ്രതിഷേധത്തിൽ ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ പ്രതിഷേധം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഏറ്റവും ഈ അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ മക്കളും എല്ലാം വളരെ കരഞ്ഞുകൊണ്ട് വൈകാരികമായ ഒരു ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. പോലീസിന് ഈ പുറത്തേക്ക് ഇറക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അജ്മലുമായി പോലീസ് വാഹനം സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് വീണ്ടും ശ്രീകുട്ടിയുമായി ഇവിടേക്ക് തെളിവെടുപ്പിനായി വരുന്നത്. സമാനമായ ഒരു സാഹചര്യമാണ് ശ്രീകുട്ടിയുമായി തെളിവെടുപ്പിന് വന്നപ്പോഴും ഈ ആനൂർക്കാവിൽ ഉണ്ടായത്. അതായത് ജനങ്ങൾ നിരവധി പേർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവര് എത്തിയപ്പോഴും വലിയ ശക്തമായ പ്രതിഷേധം ആദ്യം ഉണ്ടായിരുന്ന അത്രയും ഇല്ലെങ്കിൽ പോലും ജനങ്ങൾ ഒരു വൈകാരികമായ അവരുടെ ഒരു ദ്വേഷം അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. നിരവധി പേർ ഓടിക്കൂടിയിരുന്നു. അപ്പോഴെല്ലാം പറയുന്നുണ്ടായിരുന്നു, ഈ വാഹനം മുന്നോട്ട് എടുക്കരുതേ, അതായത് ഈ ഇടിച്ചിട്ട ആൾ തറയിൽ കിടപ്പുണ്ട്, വാഹനത്തിന് അടിയിൽ കിടപ്പുണ്ട്, ഇറക്കരുതേ എന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെയാണ് അജ്മലും ഈ ശ്രീകുട്ടിയും
വാഹനവുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദൃക്സാക്ഷികളായ നിരവധി പേർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാം അവരുടെ ഒരു വൈകാരികമായ മനസ്സ് പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ശ്രീകുട്ടിയുമായി തെളിവെടുപ്പിന് ശേഷം പോലീസ് വാഹനം പുറപ്പെട്ടിട്ടുണ്ട്. വളരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇവിടെയും ഉണ്ടായത്. എന്തായാലും വരും നിമിഷങ്ങളിൽ ചിലപ്പോൾ ഈ ഏറെ വൈകിയെങ്കിലും ഒരിക്കൽ കൂടി തെളിവെടുപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനില്ല. അതായത് അറിയിക്കാതെ പോലീസ് വന്നെത്തി ഒരു തെളിവെടുപ്പ് നടത്തുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത്. കെ പി സുരേഷ്. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.